ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് സീരീസിൻ്റെ ആവേശകരമായ അലയൊലികൾ അവസാനിച്ചു. ഇനി ഇന്ത്യയുടെ അടുത്ത ഷെഡ്യൂൾ ഏഷ്യ കപ്പാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യ ടീം എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ കടുപ്പമേറിയ ഒരു പ്രൊസീജിയർ. അജിത് അഗാർക്കറിനും ഗൗതം ഗംഭീറിനും എന്തായാലും വളരെയേറെ പ്രയാസപ്പെടേണ്ടി വരും ടീം സെലക്ഷന് വേണ്ടി. താരസമ്പന്നമാണ് ഇന്ത്യൻ ടീം, പ്രത്യേകിച്ച് 2020 വരുമ്പോൾ. നിലവിൽ ഇന്ത്യയുടെ 2020 ഓപ്പണിംഗ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ്. അതിനു പിന്നാലെ സൂര്യകുമാർ യാദവ് ഉണ്ട്. പിന്നീട് നമുക്ക് തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ഇങ്ങനെ റിങ്കു സിംഗ്, ഇങ്ങനെ താരസമ്പന്നമായ ഒരു 2020 ടീമാണ് ഇന്ത്യയുടെ. പക്ഷേ നിലവിൽ ടെസ്റ്റ് സീരീസ് അവസാനിച്ച് ഏഷ്യ കപ്പ് 2020 ഫോർമാറ്റ് വരുമ്പോൾ ടെസ്റ്റ് ടീമിലുള്ള ഏതാനും ചില താരങ്ങൾ 2020 ടീമിലും സ്ഥാനമർഹിക്കുന്നു എന്നുള്ളത് സെലക്ടേഴ്സിനെ സംബന്ധിച്ച് വളരെയേറെ പ്രയാസപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ വളരെയേറെ സങ്കീർണത ഉണർത്തുന്ന ഒരു കാര്യവുമാണ്. പ്രത്യേകിച്ച് ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, യശസ്വി ജയ്സ്വാൾ, ഈ 3 പേരുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് കെ എൽ രാഹുൽ അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല IPL-ലെങ്കിലും ബാക്കി 3 പേരും കട്ടയ്ക്ക് നിന്ന പെർഫോമൻസുകളാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ടീം സെലക്ഷൻ എന്തായാലും വളരെയേറെ കടുപ്പമേറിയതാവും. ശുഭ്മാൻ ഗിൽ 2020 ടീമിലേക്ക് തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാൾ ടീമിലേക്ക് തിരിച്ചു വന്നാൽ സഞ്ജു സാംസണ് ഒരു ഭീഷണിയാകുമോ ഓപ്പണിംഗ് സ്ഥാനം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടും എന്ന് തന്നെയാണ് ഒഫീഷ്യലിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. മെയിൻ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ തന്നെയായിരിക്കും 2020 ടീമിൽ ഇടം നേടുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഓപ്പണിംഗ് സ്പോട്ടിൽ ബാറ്റ് ചെയ്യാൻ ഇടം ലഭിക്കുമോ, അതോ ഫസ്റ്റ് ഡൗൺ ആയിരിക്കുമോ, അതോ 4-മോ 5-മോ ഫിനിഷർ റോളിലേക്ക് അദ്ദേഹം മാറുമോ എന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. എന്തായാലും കടുകട്ടിയേറിയ ഒരു ടീം സെലക്ഷൻ ആയിരിക്കും ഏഷ്യ കപ്പ് സ്ക്വാഡിന് വേണ്ടി അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും നേരിടേണ്ടി വരുന്നത്.